ഹേ ഹലോ, ദിസ് ഇസ് ലൂന ഓനീസ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സിസ്റ്ററിൻ്റെ ഗ്രാജുവേഷൻ ഡേ ആണ്. അവൾ ഫറൂഖ് കോളേജിൽ നിന്ന് ഇപ്പോൾ ബികോം കംപ്ലീറ്റ് ആയതാണ്. അപ്പം ഉമ്മ വന്നില്ല, ഞാനും അനിയത്തി ഉപ്പയും കൂടി പോവാണ്. സിസ്റ്റർ ഓൾറെഡി രാവിലെ തന്നെ പോയി, കാരണം അവൾക്ക് അവിടെ രജിസ്റ്റർ ചെയ്യാനൊക്കെ ഉണ്ട്. ഞങ്ങളോട് 1 മണിക്ക് ചെല്ലാനാണ് പറഞ്ഞത്, പക്ഷേ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ 1 മണിയായി. അപ്പം ഞങ്ങളിത് ഏകദേശം അവിടെ ഒരു 2 മണിയൊക്കെ ആയപ്പോഴേക്കും രാജാഗേറ്റിലൂടെ ഫറൂഖ് കോളേജിൽ കയറി. അപ്പം ശരിക്കും ഈ രാജാഗേറ്റ് ഫറൂഖിൻ്റെ ഭയങ്കര ഒരു ഇമോഷൻ തന്നെ. അപ്പോൾ ഏതായാലും അനിയത്തി പറഞ്ഞ് ഞാൻ കുറേ അതിനെപ്പറ്റി കേട്ടിട്ടുണ്ട്. ഞങ്ങളേതായാലും എന്താ അവിടെ കയറി ഓഡിറ്റോറിയത്തിലെത്തിയപ്പം പരിപാടി തുടങ്ങിയിട്ടേ ഉള്ളൂ. പിന്നെ അവിടെ ഇരുന്നപ്പോൾ വിചാരിച്ചു വേഗം പരിപാടി കഴിയുമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ആ സ്റ്റേജിലിരിക്കുന്ന അത്ര ആൾക്കാരുടെ സ്പീച്ച് ഉണ്ടാവും ആരും വിചാരിച്ചില്ല. വന്ന പാരൻസ് ആണെങ്കിലും സ്റ്റുഡൻസ് ആണെങ്കിലും കുറേ സ്പീച്ച് കേട്ടിരിക്കുമ്പോൾ നമുക്കറിയാലോ അത് ഭയങ്കര ഒരു ഇറിറ്റേഷനാണെന്ന്. പിന്നെ ഇംഗ്ലീഷിലും കൂടി ആകുമ്പോൾ പിന്നെ പറയും വേണ്ട. ഞങ്ങളാണെങ്കിലും ഫുഡും കഴിക്കാണ്ടങ്ങ് പോയതായതുകൊണ്ട് വായിച്ചൊക്കെ നല്ല തളർന്നതാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ ഞങ്ങളൊരു കുഞ്ഞ് വീഡിയോഗ്രാഫറെ കണ്ടു. അങ്ങനെ ഏതായാലും ഞങ്ങൾ കാത്തിരിപ്പിനൊരു ശമനം ഉണ്ടായി. അങ്ങനെ അവിടെ നമ്പർ വിളിക്കാനായി. 319 ആയിരുന്നു ആച്ചുൻ്റെ നമ്പർ. അങ്ങനെ പിന്നെ ഞങ്ങൾ ഓഡിറ്റോറിയത്തിന് പുറത്തിറങ്ങി. പിന്നെ കുറച്ച് ഫോട്ടോ സെക്ഷനായിരുന്നു. 2 ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തേരെ വണ്ടീൻ്റെ അടുത്തേക്ക് നടക്കുകയാണ്. അവിടെ കാണാം കുറേ പാരൻസും സ്റ്റുഡൻസും ഒക്കെ ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്. നമ്മളേതായാലും നമ്മളതൊക്കെ കഴിഞ്ഞ് വണ്ടി കയറി. നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞു, വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കണം. ഞങ്ങൾ ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. 1.5 കഴിഞ്ഞുള്ളിൽ കയറിയിട്ടപ്പോഴാണ് ഞങ്ങൾ രക്ഷപ്പെടുന്നത്. അതാ നമ്മുടെ ഗ്രാജുവേഷൻ കഴിഞ്ഞ കുട്ടി. പിന്നെ അടുത്താള് നമ്മൾ ഓൺ ദ വെയിറ്റ് ഫുഡ് കഴിക്കും. അപ്പം പോകുന്ന വഴി എവിടെയെങ്കിലും കയറിയിട്ട് ഫുഡ് കഴിക്കാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോയി. ഏകദേശം കൊടുവള്ളി എത്തിയതാണ് ഞങ്ങൾ ശരിക്കും ഫുഡ് കഴിക്കാനൊരു അങ്ങ് പ്രിപ്പയർഡായി. ഓരോ സ്ഥലത്ത് നിർത്തി നോക്കി, ഇവിടെ നിർത്തണ്ട, അടുത്ത സ്ഥലം അങ്ങനെ പറഞ്ഞ്. കാരണം 3 പെൺകുട്ടികളാണല്ലോ, നമുക്ക് കുറേ ഒപ്പീനിയൻസ് ഉണ്ടാവും. അപ്പോൾ വായിച്ച് ചെയ്താലും ഞങ്ങളെ കൊണ്ട് നല്ല ഇടങ്ങേറായിരുന്നു. ഓരോരുത്തരും ഓരോ ഹോട്ടലാണ് പറയുക. അവസാനം ഞങ്ങൾ കൊടുവള്ളി വൈകുന്നേരം ഒരു ഹോട്ടലിൽ കയറി. അങ്ങനെ ഫുഡ് ഓർഡർ ചെയ്ത് അവിടെ പിന്നെ പ്ലേറ്റ് കൊണ്ടുവച്ചാൽ പിന്നെ നമുക്കൊരു വിശപ്പ് അധികമാവുമല്ലോ. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്തു. അങ്ങനെ ഫുഡ് വരുന്നവരെ ഇങ്ങനെ എന്തെങ്കിലും കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ അവിടെ നിന്ന് എടുത്ത് കൂത്തിയിരുന്നു. അങ്ങനെ ഏതായാലും ഫുഡ് വന്നേരം പിന്നെ അറ്റാക്ക് ആ ഒരു സംഭവമാണല്ലോ. കൊണ്ടുവച്ചത് ആടുള്ളൊരു ഓർമ്മയുണ്ടോ? ഞങ്ങൾ അത്രയും പെട്ടെന്ന് അത് ഫിനിഷ് ചെയ്തതാണ്. അപ്പോൾ ഏതായാലും ഫുഡൊക്കെ കഴിച്ച് അവിടുന്ന് ഞങ്ങൾ പുറത്തിറങ്ങി നേരെ വീട്ടിലേക്ക് പോന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.